Hello, welcome to our channel, The Wheel of Fortune 7-7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ റീഡിങ്ങിൻ്റെ ടോപ്പിക്. ഇതൊരു സജസ്റ്റഡ് ടോപ്പിക്കായിരുന്നു. നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ട് ഇനി എൻ്റെ വ്യൂവേഴ്സ് വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഫസ്റ്റ് കാർഡ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് 4 of Wands ആണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ ഡിസയർ ഈ ഒരു വ്യക്തിയായിട്ട് മാരീഡ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാരി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ഹോപ്പാണ് ഈ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീമാണ്. ഓക്കെ, നിങ്ങളിവരെ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളിവരെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫായിട്ടാണ് കാണുന്നുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം, ഒരു മ്യൂച്വൽ ലവ് വേണം. നിങ്ങൾ കൊടുക്കുന്ന അത്രയും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് റിട്ടേൺ തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ ഒരു കംപ്ലീഷൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഫസ്റ്റിലെ തന്നെ നമുക്ക് 4 of Wands ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഹോപ്പിലാണുള്ളത്. ഈ ഒരു കണക്ഷനെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് പ്രേയേഴ്സ് ഒക്കെയും ചെയ്യുന്നത് ഈ ഒരു കണക്ഷൻ ഒരിക്കലും എൻഡായി പോവാതിരിക്കാനായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും ഇട്ടിട്ട് പോവാതിരിക്കാനൊക്കെ ആയിരിക്കണം. നിങ്ങൾ നന്നായിട്ട് പ്രെയർ ചെയ്യുന്നതായിട്ടല്ല, നിങ്ങൾ സ്പിരിച്വൽ പാത്തിലേക്ക് വന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ടൈമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഏറ്റവും മോശമായിട്ടുള്ളൊരു സമയം. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമില്ലായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിധിയാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഡിവൈൻ ടൈമിംഗ് എന്ന് വേണമെങ്കിൽ ഇതിന് നമുക്ക് പറയാം. ആ ഒരു എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കൊരു ഹോപ്പുണ്ട്. ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു മാരീഡ് ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കാണുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഈ ഒരു റിലേഷൻ ഏറ്റവും ബെറ്റർ ആയിട്ട് പോകും, മുന്നോട്ടേക്ക് ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം എല്ലാ സിറ്റുവേഷൻസും എപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവില്ലല്ലോ. സോ അപ്പം ആ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു എനർജീസ് ആണ് എനിക്ക് നിങ്ങളുടെ ഈ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ കാമായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ ഈ ഒരു സിറ്റുവേഷൻസിൽ? നിങ്ങളുടെ മൈൻഡിനെയും അതുപോലെ തന്നെ ഹേർട്ടിനെയും ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ തുറന്നു വെച്ചിരിക്കുകയാണെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ എല്ലാ സിറ്റുവേഷൻസിനെയും റിയലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ സിറ്റുവേഷൻസിനെയും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന, വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇത്രയും ടഫ് ആൻഡ് റഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷനിലേക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. ഇത് ടൈമിൻ്റെ ഇഷ്യൂസ് ആണ് എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിവിടെ ഉള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേഴ്സൺ വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷനിൽ എൻ്റെ വ്യൂവേഴ്സ് സ്റ്റേ ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. 2 of Coins. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി ഇല്ല. ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. മേ ബി ഇയാളുടെ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി. മേ ബി ഇതൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാനായിട്ടും സാധ്യതയുണ്ട്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം മ്യൂച്വൽ ലവിലാണുള്ളത്. പക്ഷേ എങ്കിൽ ഈ നമ്മൾ പറയില്ലേ, ഒരു സ്ഥലത്ത് ലൈക്ക് 2 സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും 2 സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ കൂടുതലായിട്ട് പ്രയോറിറ്റി ഒരാൾക്കുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും 2 സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പ്രയോറിറ്റി ഏതെങ്കിലും ഒന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങളെന്നുള്ളൊരു വ്യക്തി കംപ്ലീറ്റഡ് ആവുന്നത് ഈ ഒരു വ്യക്തി ഉള്ളപ്പോഴാണ്. നിങ്ങൾക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ സിംഗിൾസ് ആണ്, റിലേഷൻഷിപ്പിലാണ്, മാരേജ് ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ എനിക്ക് തോന്നുന്നു ബാലൻസ് ഇല്ലായ്മയുണ്ട്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലായ്മ. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി അവർക്ക് 2 സിറ്റുവേഷൻസിനെയും ഒരുമിച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ബാലൻസിൻ്റെ പ്രശ്നം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണക്ഷനെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ.
അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പറയില്ലേ, ഡെസ്റ്റിനി ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളായിട്ട് ഒരു കാര്യങ്ങളെ തേടി പോകേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഒരു കാർമിക് സിറ്റുവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻസ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം എന്താണെങ്കിലും ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ബാലൻസ് ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ്. അത് എന്താ, രണ്ടുപേരും ഒരുമിച്ചൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഈക്വൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും എന്താ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഒരു ബാലൻസ് ഉണ്ടാവത്തുള്ളൂ എന്നുള്ളൊരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ കണക്ഷനിലുള്ള ഇഷ്യൂസ് എല്ലാം ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതിൻ്റെ ഒരു ഇഷ്യൂസാണ്. പേജ് ഓഫ് കോയിൻസിൻ്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളതേക്ക്. 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജീസ്. നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടി ഒത്തിരിയധികം എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരിക്കലും ഈ ഒരു കണക്ഷൻ വേണ്ടി എഫേർട്ട് എടുക്കാനായിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനായിട്ടോ ഈ ഒരു വ്യക്തി റെഡിയല്ല. ആ ഒരു വ്യക്തി സ്റ്റക്കാണ് ടോട്ടലി. എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, പക്ഷേ ഐ തിങ്ക് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനിലുള്ള ഈ ഒരു നെഗറ്റിവിറ്റീസ് ഒക്കെ എൻഡ് ആവണം, ഒരു പോസിറ്റിവിറ്റി എൻ്റർ ആവണം ഈ ഒരു കണക്ഷനിൽ എന്ന് ഒരു സോളിഡ് ഫൗണ്ടേഷനിലേക്ക് ഈ ഒരു കണക്ഷൻ പോകണം. അങ്ങനെ ഒരു ഹോപ്പിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഇയാൾ സ്റ്റേബിളാണ്. പക്ഷെ എന്നാൽ പോലും ഇവർക്കൊരു സ്റ്റേബിളായിട്ടുള്ളൊരു സ്റ്റേബിളായിട്ട് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഹോപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേങ്കിൽ ഐ തിങ്ക് ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളെയും സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളെ മാരി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ ഫേവറിലും അവരുടെ ഫേവറിലും വരുന്ന രീതിക്ക്. മേ ബി ഫാമിലിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ ഫാമിലി അതിന് എഗ്രി ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ ഇവർ നിങ്ങളെ വേദനിപ്പിക്കാനായിട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ അടുത്ത് കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ദി വേൾഡ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ എൻറ്റയർ വേൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി ഇവരുടെ ലോകം തന്നെ നിങ്ങളാണെന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. പക്ഷേ എങ്കിൽ ഇവിടെ ചില കൺഫ്യൂഷൻസ് ടെൻഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു വ്യക്തി ജെനുവിൻ ആണോ എന്നുള്ളത് തന്നെ. കാരണം ഇവരുടെ പലപ്പോഴും ഉള്ള ആക്ഷൻസ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷൻ എനർജീസിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇയാൾ ജെനുവിൻ ആണോ, ഇയാൾ ട്രൂ ആയിട്ടാണോ എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള രീതിക്ക്. പക്ഷെ എന്നാലും സ്റ്റിൽ നിങ്ങൾ ഇതിനു വേണ്ടി ഹോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ മനസ്സിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാവാം. ഓൾറെഡി നിങ്ങൾ ബിലീവ് ചെയ്യുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ മാരി ചെയ്യാനുള്ളതാണ്, ഡെസ്റ്റൈൻഡ് ആണ് എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളുള്ളത്. അങ്ങനത്തെ ഒരു ഹോപ്പിലാണ് ഈ ഒരു കണക്ഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിന്നെ മാരി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റിൽ വന്നിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഫോർ ഗ്രാൻറ്റഡ് ആ ഒരു എനർജിയിലേക്ക് ആയിട്ടുണ്ടാവാം. ഐ തിങ്ക് ഇത് ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഡിഫറെൻറ്റ് കൺട്രി, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതായത് കാണണം എന്ന് തോന്നുന്ന ടൈമിൽ നിങ്ങൾക്ക് ഓടിപ്പോയി കാണാൻ പറ്റുന്ന ഇത്രയും ദൂരം ആയിരിക്കില്ല. ടെമ്പറൻസിൻ്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നോക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് കോയിൻസ്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിയുടെ ടാർഗറ്റ് നിങ്ങളാണെങ്കിൽ പോലും ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് പേഷ്യൻസ്, ക്ഷമ അത്യാവശ്യമാണ്. കാരണം ഫോക്കസ് നിങ്ങളാണ്, പക്ഷെ ഇവർ പോകുന്ന വഴി വേറൊന്നാണ്. ഇവരുടെ ടാർഗറ്റ് നിങ്ങളുമായിട്ടുള്ള മാരേജ് ലൈഫ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റീകോൺസിലേഷൻ ആയിരിക്കണം. പക്ഷെ ഇവർ പോകുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ഇവരെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന രീതി, അല്ലെങ്കിൽ ഇവർ ചിന്തിച്ചു പോകുന്ന രീതി, അത് റോങ് ആണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു വേ അല്ല. കാരണം നൈറ്റ് ഓഫ് കോയിൻസിന്റെ എനർജിയിൽ ഈ ഒരു വ്യക്തി ഉന്നം വയ്ക്കുന്നത് നേരെ തന്നെയാണ്, അമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ ടാർഗറ്റിലാണ്. പക്ഷേ എങ്കിൽ ഈ ഒരു ആനിമൽ അത് നോക്കി നിൽക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. കാരണം അയാൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് അയാൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. അയാളുടെ മൈൻഡാണ് ഈ ഒരു
ഈ ഒരു എനർജി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അയാളുടെ മൈൻഡ് ഇയാളെ സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ഇമോഷൻസ് എപ്പോഴും ഇയാൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം എന്നുള്ളൊരു എനർജിയില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ. പക്ഷെ ഇവർക്ക് ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തരണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും മനസ്സ് ഇവരെ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. ഇവരുടെ പ്രാക്ടിക്കൽ മൈൻഡ് അതാണ് ഈ ഒരു കണക്ഷനിൽ ഓവറോൾ ഇഷ്യൂസ് ആയിട്ടുള്ളത്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു ന്യൂ റീസ്റ്റാർട്ട് ഉണ്ട്. പക്ഷേ അതിലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ ഓവറോൾ എനർജി വേൾഡും ടെമ്പറൻസും ആണ്, വെയിറ്റിങ്ങിൻ്റെ എനർജീസാണ്. ഇവിടെ ഒരു റീകൺസിലേഷൻ ആണെങ്കിൽ ഇവിടെ വെയിറ്റിങ്ങിൻ്റെ എനർജിയാണ്. എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ ഇവിടെ മാരേജ് ഒക്കെ നോക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാരീഡ് വുമൺ ആയിരിക്കും, അല്ലെ മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വേറൊന്നും നിങ്ങൾക്ക് വേണ്ട, ഈ ഒരു വ്യക്തി ലൈഫിലോ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം, ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ കെയർ ചെയ്യണം, സ്നേഹത്തോടെ സംസാരിക്കണം. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു റീബർത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന്. പക്ഷേ എങ്കിൽ ഇത് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഒരു മദർ സ്നേഹിക്കുന്ന പോലത്തെ ഒരു സ്നേഹം നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻ റിട്ടേൺ നിങ്ങൾ കൊടുക്കുന്നത് കിട്ടുന്നില്ല എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. 3 ഓഫ് കപ്സിൻ്റെ എനർജി ബോട്ടംസിൽ വരുന്നുണ്ട്. ചിലർക്കൊക്കെ ഇവിടെ തേർഡ് പാർട്ടി ഫ്രണ്ട്സ് ആണ്. ഓക്കെ, രണ്ട് കാർഡ് ഇവിടെ വീണിട്ടുണ്ട്, ബട്ട് നമ്മളത് രണ്ടും എടുക്കുന്നില്ല. ദി ഹൈ പ്രീസ്റ്റസ്. ഇവിടെ ഒരു വ്യക്തി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ കുറേ കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജി ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ്, അതിനെ ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ നിസ്സഹായാവസ്ഥ ഇവർ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. പക്ഷെ കാണിക്കുന്നത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്ക് നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഭയങ്കരമായിട്ടും ദേഷ്യം വരുന്നുണ്ടാവും. ഇത്രയും കാലം ഈ ഒരു കണക്ഷനിൽ നിന്നൊരു വ്യക്തി പെട്ടെന്ന് ഈ ഒരു കണക്ഷൻ വേണ്ട, അല്ലെങ്കിൽ ഇയാൾ അതിൽ നിന്ന് ഓക്കെയാണ്, അതിൽ വേണ്ട എന്നുള്ളൊരു എനർജിയിൽ നിൽക്കാൻ പറ്റുന്ന എങ്ങനെയാണ് എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾക്ക് തന്നെ അതിശയമാവുന്നുണ്ട്. ഇവിടെ 12 ഏഞ്ചൽ നമ്പേഴ്സ് ഞാൻ ഇപ്പോൾ ക്യാമറയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ചിലരൊക്കെ ടിൻ ഫ്ലെയിം ജേണിയിലാണുള്ളത്. ഇതിലൊരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു സൈക്കിള് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, വേൾഡിൻ്റെ കാർഡിൻ്റെ എനർജീസിൽ എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. പ്ലീസ് ഗൈഡ് മീ. ഇവിടെ 4 ഓഫ് സോർട്സിൻ്റെ എനർജീസും എഗെയിൻ ലവേഴ്സിൻ്റെ എനർജീസും ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ദ ഹാങ്ഡ് മാൻ. ഇവർക്ക് നിങ്ങളോട് വലിയൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഒത്തിരിയധികം ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും ഇവർ നിങ്ങളുമായിട്ട് വളരെ ഇൻറ്റൻസ് ആയിട്ടും ഒരു വല്ലാത്തൊരു അഫെക്ഷൻ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റക്കാണ്, ടോട്ടലി സ്റ്റക്കാണ്. തേർഡ് പാർട്ടിയിൽ സ്റ്റക്കാണ്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഈ ഒരു വ്യക്തിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളാണെങ്കിലും നിങ്ങളും സ്റ്റക്കാണ്, നിങ്ങളും വളരെയധികം ഹേർട്ടാണ്. നിങ്ങൾക്ക് ഇവരോടുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെ ഇമോഷൻസ് അതിനെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല, അല്ലെ അതിന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജി എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ ഫീൽ ചെയ്യുന്നുള്ളതിൽ. ഓവറോൾ എനർജീസ് അത് തന്നെയാണ്. പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എനർജീസ് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്കം ആയിട്ടുള്ള ആ ഒരു എനർജീസിൽ നിങ്ങൾക്കുള്ള ആ ഒരു ഫീലിങ്സും ഇമോഷൻസും ഇവിടെ എപ്പോഴും ഈ ഒരു 3 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെയധികം ഹേർട്ടാണ്. പക്ഷെ എന്നാൽ പോലും സ്റ്റിൽ നിങ്ങൾക്ക് ഹോപ്പുണ്ട്. ആ ഒരു ഹോപ്പിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, ലാസ്റ്റിൽ നമ്മൾ ഈ ഒരു റീഡിങ്ങിൻ്റെ നമുക്ക് ഒറാക്കിൾസും കൂടി നോക്കിയിട്ട് ഇതിൽ എന്താണ് ഔട്ട്കം വരുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു മൊമെൻറ്റിൽ ഇത്രയും എനർജീസ് ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അതൊരു പാഷനേറ്റ് ന്യൂ ബിഗിനിങ് ആയിരിക്കും, ഒരു ഫ്രഷ് ന്യൂ റീസ്റ്റാർട്ട് ആയിരിക്കും. പക്ഷേങ്കിൽ അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ലെന്ന് എനിക്ക് ഒരു കാരണം ഇവർ നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടിയായിട്ട് വരുമെന്നാണ് എനിക്കിവിടെ തോന്നുന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ വളരെ സ്റ്റബേൺ ആണ് കേട്ടോ. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു രീതിക്കും ഈ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടാവില്ല. പെട്ടെന്ന് ഇമോഷണലി ഇത്തിരി അറ്റാച്ച്മെൻറ്റിനോടൊക്കെ ഭയങ്കരമായിട്ട് ഫിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ദേഷ്യം വന്നെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഒരു പെട്ടെന്ന് തന്നെ അത് വിട്ട് കളയുന്നുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നീട് സംസാരിക്കുമ്പോൾ ആ ദേഷ്യപ്പെട്ട കാര്യം പോലും ഇവർ സംസാരിക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് നോർമലായിട്ടായിരിക്കും ടോക്ക് ചെയ്യുന്നുള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ? ന്യൂ വിഷൻ.
വ്യൂവേഴ്സ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഓക്കെ, ലവേഴ്സ് സോൾ ടു സോൾ കണക്ഷൻ്റെ എനർജീസ് ആണ്. ഞാനൊരു കറൻറ്റ് ഫീലിങ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കാം. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക. കാരണം ഈ ഒരു എനർജിയിൽ ഈ ഒരു സെയിം എനർജി തന്നെയായിരുന്നു ആ ഒരു കറണ്ട് ഫീലിങ്സിലും വന്നിട്ടുള്ളത്. എക്സിസ്റ്റൻസിൻ്റെ എനർജീസ് ആണ്. കാരണം സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ എനർജീസ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒത്തിരിയധികം സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇതൊരു ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയാണ്. നിങ്ങൾ സ്പിരിച്വലി എത്രമാത്രം ഗ്രോ ചെയ്യുന്നു, എത്രമാത്രം നോളേജ് ഗെയിൻ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുന്നു, യൂണിവേഴ്സിൽ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു, ആ ഒരു എനർജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു കണക്ഷൻ്റെ ഗ്രോത്ത് എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ സ്പിരിച്വൽ വർക്ക്, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസിനെല്ലാം സ്പിരിച്വൽ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു ഇന്നർ വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ സോൾ പർപ്പസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കിട്ടാനായിട്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടും കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ട്വിൻ ഫ്ലെയിം ജേർണി, സോൾമേറ്റ് ജേർണിയിലൊക്കെ എല്ലാവരും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ല. അത് ബേസ്ഡ് ആയിട്ടുള്ളത് ഓരോരുത്തരുടെയും ഒരു ആ ഇന്നർ വർക്കിൻ്റെയും യൂണിവേഴ്സിൻ്റെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, ആ ഒരു എനർജീസ് ആണ്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന എനർജീസ് ആണ് ന്യൂ വിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾക്കുള്ള ഈ ഒരു ലൈഫ്, ഈ ഒരു എൻഡിങ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു സെപ്പറേഷനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ന്യൂ വിഷനോട് കൂടി നോക്കിക്കാണുക. പുതിയ രീതിക്ക് നിങ്ങളൊന്ന് ഒരു ന്യൂ ബിഗിനിങ്, നമ്മൾ പറയില്ലേ എവറി എൻഡിങ് ഈസ് എ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യുക എന്ന് വെച്ചാൽ കണക്ഷനിൽ നിന്ന് ഫുൾ മൂവ് ഓൺ ചെയ്യണം എന്നല്ല. ഓൾറെഡി നിങ്ങളുടെ സോളും ഇവരുടെ സോളും കണക്റ്റഡ് ആണ് 5D ലെവലിൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരുമായിട്ട് കണക്റ്റഡ് ആവാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കുന്നുണ്ടാവും. നിങ്ങളുടെ സെയിം എനർജീസും ഫീലിങ്സും ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് അവിടെയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. പ്ലസ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. ഈ ഒരു കാർഡ് സെൽഫ് ലവിനെ കാണിക്കുന്ന കാർഡാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയായിട്ട് അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. കാരണം നിങ്ങൾ ഇവരാണ്, അപ്പം അവർ നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ആ ഒരു സോള് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വാല്യൂ തരുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ട്രസ്റ്റ് ആണ് ഓവറോൾ എനർജീസ് വരുന്നുള്ളത്. ട്രസ്റ്റ് എനർജീസ് മീൻസ് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു ചേഞ്ചസ് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമുക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഈ ഒരു മൊമെന്റിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ സ്പിരിച്വൽ വർക്കുകൾ ചെയ്യുക. നിങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി വരും. അല്ല നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്കും കൊടുത്ത് നിങ്ങളും കൂടുതൽ ഓവർ തിങ്ക് ഒക്കെ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി സെയിം എനർജി മിറർ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ടൈമിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ ആ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി വരും എന്നുള്ളൊരു ഹോപ്പിലായിരിക്കില്ല ആവരുത്. അത് ലെറ്റ് ഗോ ചെയ്യുക, കണക്ഷന് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. പക്ഷെ ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും തിരിച്ചു വരും എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുക. പക്ഷെ ഇന്ന് വരും, നാളെ വരും, ഇത്രയും വർക്കൗട്ട് ചെയ്തല്ലോ എന്നിട്ട് അയാൾ വന്നില്ലല്ലോ എന്നുള്ളൊരു എനർജിയിലൊന്നും ഇരിക്കേണ്ട. നിങ്ങൾ ഹോപ്പ് വേണം. പക്ഷെ എന്നാലും ഒരു സറണ്ടറിങ് അല്ലെങ്കിൽ ഒരു സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു എനർജിയിൽ, ആ ഒരു എനർജിയിൽ നിൽക്കുക. ഓക്കെ, പേഷ്യൻസിൻ്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലാഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പലരും വെയിറ്റ് ചെയ്ത് മുഷിയുന്നുണ്ടാവും. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ തോട്ട്സുകൾ ഉണ്ടല്ലോ, അത് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്, അറിഞ്ഞോ അറിയാം. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് അത് വരുന്നുണ്ടാവും. നെഗറ്റീവായിട്ട് ഉള്ള തോട്ട്സ് കൊടുക്കുമ്പോഴേക്കും അത്രയും ലാഗ് വരുന്നുണ്ടോ. അതുകൊണ്ടാണ് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുള്ളത് കേട്ടോ. അപ്പം റീഡിങ്സിൻ്റെ എനർജീസ് ഒക്കെ പോസിറ്റീവാണ്. കാരണം അതിലൊരു നെഗറ്റിവിറ്റി നമുക്ക് പറയാൻ ഒക്കെയല്ല. പക്ഷെ പലപ്പോഴും ക്ഷമിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. ക്ഷമയോടുകൂടി ഇരിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് അത് ഒരു മൊമെന്റ്, ഒരു 5 മിനിറ്റ്സ് പോലും നമുക്ക് ക്ഷമയോടുകൂടി ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ടൈം പീരീഡ്, അതായത് കുറച്ചൊരു 10 മന്ത്സിന് മുകളിലാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളത്. ഓക്കെ, അത്രയും നാൾ നിങ്ങൾ ദൈവത്തോടൊക്കെ നന്നായിട്ട് പ്രെയർ ചെയ്യുക. അതിന് മുമ്പൊക്കെ റീകൺസിലേഷൻ പോസിബിൾ ആവാൻ വേണ്ടി നിങ്ങൾ ഇന്നർ വർക്കൊക്കെ ചെയ്യുക കേട്ടോ. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആളുകൾക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.